നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. PC ജോർജിന്റെ മകൻ മത്സരിക്കുന്ന പാലായിൽ പ്രചാരണം നടത്താനുള്ള തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാന നിമിഷം പിൻവലിച്ചത് എന്തുകൊണ്ടാണ്? PC ജോർജിന്റെ വായിൽ നിന്നും വീണ മലിനമായ ആ വാക്കുകൾ തന്നെയാണ് കാരണം. കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുമ്പോൾ PC ജോർജ് ക്രൈസ്തവ സഭയെ പിടക്കുന്ന തരത്തിൽ നടത്തിയ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ജോർജ് കുര്യൻ PMOയുമായി ബന്ധപ്പെട്ടു. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ ഭേദഗതി സംബന്ധിച്ച ചോദ്യത്തിന് ബിഷപ്പുമാരെ രൂക്ഷമായ ഭാഷയിൽ ആക്ഷേപിക്കുകയായിരുന്നു പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥിയും BJP ദേശീയ നിർവാഹക സമിതി അംഗവുമായ PC ജോർജ്. കുറച്ച് പിതാക്കന്മാർ കോൺഗ്രസ് വരണമെന്ന അബദ്ധ വിചാരണവുമായി നടക്കുകയാണ്. അവർ ഇതിനപ്പുറത്തെ വർത്തമാനം പറയും. ഞാൻ ഇത് പരിഗണിക്കുന്നില്ല, ക്രിസ്ത്യാനികളും പരിഗണിക്കില്ല. കുറച്ച് പിതാക്കന്മാർ എന്ത് ഊളത്തരവും പറഞ്ഞു നടക്കുകയാണ്. BJP എന്ന് പറഞ്ഞാൽ ഹാലിളകുന്നു. അവർക്ക് തലയ്ക്ക് സ്ഥിരതയില്ല. നിയമ ഭേദഗതിയിൽ ആർക്കും ആശങ്ക ആവശ്യമില്ല. രാജ്യത്ത് 2.25% മാത്രമാണ് ക്രിസ്ത്യാനികൾ. BJPയുടെ മാന്യത കൊണ്ടാണ് ക്രിസ്ത്യാനികളെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ക്രിസ്ത്യാനികളെ ഇത്രയും കൂടുതൽ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടി വേറെയില്ല. കോൺഗ്രസ് ഭരിച്ചപ്പോൾ പോലും ഇത്രയും ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ മറച്ചുവെച്ച് ബിഷപ്പുമാർ ഊളത്തരം പറയാൻ പാടില്ലെന്നും ജോർജ് പറഞ്ഞു. ഇതോടെ പ്രധാനമന്ത്രിയോട് പാലായിലും കോട്ടയത്തും പ്രചാരണത്തിന് എത്തരുതെന്ന് ജോർജ് കുര്യൻ അഭ്യർത്ഥിച്ചു. വിദ്വേഷ പ്രസംഗത്തിൽ പണ്ടും ജോർജ് പിന്നിലായിരുന്നില്ല. ഹൈക്കോടതി ജോർജിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങൾ നടത്തിയിരുന്നു. മതവിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുക മാത്രമല്ല, നീതിന്യായ കോടതിക്ക് കൃത്യമായ നിർദ്ദേശവും നൽകി. മുമ്പ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന കേസിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ PC ജോർജിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. നേരത്തെ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ PC ജോർജ് കോടതി ഏർപ്പെടുത്തിയ ജാമ്യ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. സമാനമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ചുമത്തിയ വ്യവസ്ഥകൾ PC ജോർജ് ലംഘിച്ചു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം സാഹചര്യങ്ങളിൽ ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകലാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം റദ്ദാക്കിയത്. PC ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്ന BNS 196, 299 വകുപ്പുകൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ MLA ഹോസ്റ്റലിൽ വെച്ച് ഭക്ഷണ വിതരണക്കാരനെ തെറി വിളിച്ചതും ആക്രമിച്ചതും മുതൽ കന്യാസ്ത്രീ പീഡന കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതും അധിക്ഷേപിച്ചതും തുടങ്ങി PC ജോർജിനെതിരെ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. PC ജോർജ് നടത്തിയത് നാക്കുപിഴയാണെന്ന് പറയാൻ കഴിയില്ല. പ്രകോപിതനായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണെന്ന വാദവും നിലനിൽക്കില്ല. PC ജോർജിനെ പോലെ 30 വർഷത്തോളം MLA ആയിരുന്ന ആൾ ഇത്ര എളുപ്പത്തിൽ പ്രകോപിതനാകുമെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായി തുടരാൻ അദ്ദേഹം അർഹനല്ല എന്ന് പറയേണ്ടി വരും. സാമൂഹിക ഐക്യം തകരുന്ന വിധത്തിൽ മോശം ഭാഷയിൽ പ്രസംഗിച്ചിട്ടും മാപ്പ് പറയാമെന്നത് സ്വീകാര്യമല്ല. ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചർച്ച കണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് PC ജോർജ് സമൂഹ മാധ്യമത്തിൽ എഴുതിയ മാപ്പ് നോക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം കുറ്റമില്ലാതാകുന്നില്ലെന്നും കോടതി വിധിയിൽ പറയുന്നു. വിദ്വേഷ പ്രസംഗം നടത്തിയാൽ BNSലെ വകുപ്പ് അനുസരിച്ച് പരമാവധി ശിക്ഷ 3 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ്. കുറ്റം ആവർത്തിച്ചാലും ഇത് തന്നെ ശിക്ഷ. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കണം. ഇക്കാര്യം ലോ കമ്മീഷനും പാർലമെന്റും പരിഗണിക്കണമെന്നും വിധിയിൽ പറയുന്നു. PCയെ പോലുള്ളവരെ അകത്താക്കാൻ നിയമ ഭേദഗതി വേണമെന്നാണ് കോടതി പറഞ്ഞത്. അന്ന് പിണറായിയാണ് PC ജോർജിനെതിരെ ശക്തമായ നിലപാടെടുത്തത്. പിണറായി ജോർജ് വിരോധത്തിന് പല തലങ്ങളുണ്ട്. അതിൽ പ്രധാനം തന്റെ മകൾക്ക് നേരെ ജോർജും മകനും നിരന്തരം നടത്തിയ അധിക്ഷേപങ്ങളാണ്. മാസപ്പടി കേസിൽ കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വന്നതാണ് പിണറായിക്കുള്ള വിരോധത്തിന്റെ കാരണമെന്ന് ജോർജ് വിശ്വസിക്കുന്നു. PC ജോർജിന്റെ മകനും മുൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും ഇപ്പോൾ പാലായിൽ സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജാണ് ഇത്തരമൊരു നീക്കം തികച്ചും അപ്രതീക്ഷിതമായി നടത്തിയത്. PC ജോർജിന്റെ മകനായതുകൊണ്ട് തന്നെ നിയമപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഷോൺ ജോർജിനെ പഠിപ്പിക്കേണ്ടതില്ല. മാത്രമല്ല, കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ള ഉപദേശം ഷോൺ ജോർജിന് ലഭിച്ചത് ദേശീയ നേതൃത്വത്തിലുള്ള ഉന്നത BJP നേതാക്കളിൽ നിന്നാണ്. എന്നാൽ ഒരു സംഘം ദേശീയ നേതാക്കൾ ജോർജിന്റെ നീക്കത്തിനെതിരായിരുന്നു.
സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഏജൻസിയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പല സാമ്പത്തിക അഴിമതി കേസുകളും മുമ്പ് പൊതുജന മധ്യത്തിൽ എത്തിച്ചിട്ടുള്ളത്. വ്യവസായി ഫാരിസ് അബൂബക്കറുടെ വീട്ടിലും ഓഫീസിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷമാണ് ജോർജും പിണറായി നേർക്കുനേർ എത്തിയത്. ഫാരിസിൽ നിന്നും ചില നിർണായക രേഖകൾ ലഭിച്ചതായി സൂചനയുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെ അടപടലം ഇളക്കാൻ കഴിയുന്ന തെളിവുകളാണ് ലഭിച്ചതെന്ന് അക്കാലത്ത് ജോർജ് ബക്തർ പ്രചരിപ്പിച്ചിരുന്നു. മുമ്പ് PC ജോർജ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ ചില തെളിവുകൾ ഡൽഹിയിൽ എത്തിയിരുന്നു. പ്രസ്തുത തെളിവുകളുടെ വിശദാംശങ്ങളാണ് ഫാരിസ് അബൂബക്കറുടെ വീട്ടിൽ നിന്നും ലഭിച്ചതെന്നാണ് ജോർജ് പറഞ്ഞത്. ഫാരിസിന്റെ വീട്ടിൽ കേന്ദ്ര അന്വേഷണം എത്തിയെന്ന് അറിഞ്ഞതോടെ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിൽ കൂട്ട നിലവിളി കേട്ടതായി ജോർജ് പ്രചരിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ അമേരിക്കയിലേക്ക് പറക്കുന്നത് എന്തിന്? കേരളയിൽ ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വേണ്ടിയോ? രോഗത്തെക്കുറിച്ച് കള്ളം പറയുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? PC ജോർജിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ED. പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ട് കുറേ മാസങ്ങളായി. പ്രാഥമിക വിവരങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആദ്യം തേടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗുരുതര ആരോപണങ്ങളാണ് PC ജോർജ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് രാജാവായ ഫാരിസ് അബൂബക്കറാണ്. മുഖ്യമന്ത്രിയും ഫാരിസ് അബൂബക്കറും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണുള്ളത്. ഇക്കാര്യങ്ങൾ താൻ പുറത്തു പറയുമെന്ന ഭീതിയിലാണ് തന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതെന്നും PC നേരത്തെ പറഞ്ഞു. പീഡന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു PC ജോർജിന്റെ പ്രതികരണം. എഴുതി തയ്യാറാക്കിയ കുറിപ്പ് PC ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു. ദൈവത്തിന് നന്ദി, കേസന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. 100% സഹകരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകി. ഇത്രയും കാലം ഫാരിസ് അബൂബക്കർ എന്ന പേര് ഞാൻ പലതവണ പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിലും ഫാരിസ് അബൂബക്കർ എന്ന റിയൽ എസ്റ്റേറ്റ് ഡോണാണ്. പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മറുപുറമാണ് സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2012 മുതൽ കഴിഞ്ഞ 10 കൊല്ലമായി പിണറായി വിജയന്റെ എല്ലാ നിക്ഷേപങ്ങളെയും രാഷ്ട്രീയത്തെയും നീക്കങ്ങളെയും സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഫാരിസ് ആണ്. PC ജോർജിന്റെ ആരോപണങ്ങൾ ഇവയാണ്. 2016 ഇത് ചെന്നൈ കേന്ദ്രീകരിച്ചുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അമേരിക്ക കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തുടരെയുള്ള അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും അമേരിക്കൻ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം. കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിന് മുൻകൈ എടുക്കണം. 2004 SFIക്കാരനെയും DYFIക്കാരനെയും സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ട് സ്വന്തം മകളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടു. വീണ വിജയൻ പിന്നീട് ഒറാക്കിൾ എന്ന കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒറാക്കിൾ കമ്പനിയിൽ സാധാരണ ജീവനക്കാരിയായിരുന്ന വീണ 2012 രവി പിള്ള ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവായി. ആർക്കിടെക്ട് എന്ന IT കമ്പനിയുടെ CEO ആയിട്ടാണ് വീണ ചാർജ് എടുത്തത്. പിണറായി വിജയന്റെ മകൾ എന്നല്ലാതെ എന്ത് യോഗ്യതയാണ് വീണയ്ക്കുള്ളത്? 2014 ആ പദവിയിൽ നിന്ന് എക്സാലോജിക് എന്ന കമ്പനി രൂപീകരിച്ചു. അതിലേക്ക് വന്നു ചേർന്ന സാമ്പത്തികത്തിന്റെ ഉറവിടം അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും എക്സാലോജിക്കിലൂടെയാണ് നടന്നിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എക്സാലോജിക്കിൽ നിന്നും പോയിരിക്കുന്ന ഭൂരിഭാഗം പണവും അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ പേരിലാണോ എന്ന് സംശയിക്കുന്നു. ഇത് ED അന്വേഷിക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തുടക്കത്തിൽ അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം തുറമുഖം പദ്ധതി കൈമാറാൻ UDF സർക്കാർ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്ത പിണറായി വിജയൻ പിന്നീട് അതിനെ അനുകൂലിച്ചു. ഇപ്പോൾ അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതിന് പിന്നിലും വലിയ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നു. തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഗ്രൂപ്പിന് കൈമാറുന്ന കാര്യത്തിലും ഇതുതന്നെയാണ് കാര്യം. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ വിധേയമാക്കണം. ഇപ്പോൾ അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ നിക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. ഡാറ്റ എന്നത് ഒരു കച്ചവടമായി സർക്കാർ എടുത്തിരിക്കുന്നു. അതിനെല്ലാം ഇടനിലക്കാരി വീണ വിജയനാണെന്ന് താൻ സംശയിക്കുന്നു. കേരളത്തിലെ തൊഴിൽ രഹിതരായ 44 ലക്ഷം പേരുടെ അടിസ്ഥാന വിവരങ്ങൾ സർക്കാർ ശേഖരിച്ചിരിക്കുകയാണ്. ഈ വിവരങ്ങൾ സുരക്ഷിതമാണോ എന്ന് തനിക്ക് സംശയമുണ്ട്. ഇത് കേന്ദ്രം അന്വേഷിക്കണം. ഈ വിവരങ്ങൾ കച്ചവടം ചെയ്യുകയാണോ എന്ന് സംശയമുണ്ട്. താൻ ആർക്കു നേരെയും ഗൂഢാലോചന നടത്തിയിട്ടില്ല, ചെയ്യുകയുമില്ല.
അഴിമതിക്കാരായ ഭരണാധികാരികളെ ജനപ്രതിനിധികളെ രാജിവെപ്പിച്ചതാണ് തന്റെ രാഷ്ട്രീയ ചരിത്രം. അഴിമതി കണ്ടു നിൽക്കില്ല, VS ആണ് തന്റെ ഗുരു. അധികാരമോഹിയല്ല ഞാൻ. പിണറായി വിജയന്റെ ഭാര്യയും മകളും എല്ലാം അഴിമതിക്കാരാണ്. ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞാൻ തുടങ്ങിവെച്ച യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോവില്ല, ശക്തമായി പോരാടും. കേരളയിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് രാജ്യം മുഴുവൻ ആരോപിച്ചപ്പോഴും പിണറായിയോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ നിഷേധിച്ചില്ല. കേരളയിൽ ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് PC ജോർജ്. ദീപിക പത്രത്തിന്റെ മുൻകാല ഉടമസ്ഥനായിരുന്ന ഹാരിസ് അബൂബക്കർ നിലവിൽ ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരനാണ് ഫാരിസ് എന്ന ഫാരിസ് അബൂബക്കർ. യഥാർത്ഥ പേര് മുണ്ടയിൽ അബൂബക്കർ ഫാരിസ്. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഏറെ അടുപ്പം പുലർത്തുന്നയാൾ എന്നാണ് ഫാരിസ് വിശേഷിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ പിണറായിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ജോർജിനെ അദ്ദേഹം എങ്ങനെ വെറുതെ വിടും? മുഖ്യമന്ത്രിയുടെ ദൗർബല്യമാണ് അദ്ദേഹത്തിന്റെ മകൾ. അങ്ങനെയുള്ള മകളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ ജോർജും കുടുംബവും ശ്രമിച്ചതായി പിണറായി കരുതുന്നു. അയ്യപ്പനും കോശിയും തമ്മിലുണ്ടായിരുന്ന വിരോധത്തേക്കാൾ ആഴത്തിലുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ജോർജിനെ തകർക്കാൻ അദ്ദേഹം എന്തും ചെയ്യും. അതാണ് പത്തനംതിട്ടയിൽ നടന്നത്. K. സുരേന്ദ്രൻ ജോർജിന് കയറ്റിയ പാര വിജയിച്ചു. അതിന് പിന്നിൽ പിണറായിയാണെന്ന് കരുതുന്ന നിരവധി നേതാക്കൾ BJPയിലുണ്ട്. കോൺഗ്രസിനെതിരെയുള്ള നീക്കങ്ങളിൽ പിണറായിയാണ് BJP പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന ഏക നേതാവ് പിണറായിയാണെന്ന് BJP നേതൃത്വം വിശ്വസിക്കുന്നു. VSന്റെ ശിഷ്യനാണ് ജോർജ്. ഇന്നും VSനെ ഒരു വികാരമാക്കി ജോർജ് മനസ്സിൽ സൂക്ഷിക്കുന്നു. പണ്ട് ലാവ്ലിൻ കേസിന്റെ സമയത്ത് VS ജോർജിനെ ഉപയോഗിച്ചാണ് കരിക്കൽ നീക്കിയത്. പിണറായിയുടെ അഴിമതി കണ്ടെത്താൻ ജോർജിന് വിദേശത്തേക്ക് വരെ VS അയച്ചു എന്നാണ് കഥ. പിന്നെ എങ്ങനെയാണ് പിണറായി ജോർജിനെ വെറുതെ വിടുക? പിണറായി നാണം കെട്ടതുപോലെ ജോർജും നാണം കെട്ടും. ഇത്തവണത്തെ വിവാദത്തിൽ പിണറായിക്ക് പങ്കില്ലെങ്കിലും ജോർജിനെ വെറുതെ വിടാൻ പിണറായി തീരുമാനിച്ചിട്ടില്ല. ഇക്കുറി BJP നേതാക്കളെ കൂടി പിണക്കി എന്നതാണ് വിശേഷം. ക്രൈസ്തവ സഭയുമായി അടുക്കാൻ ശ്രമിക്കുന്ന BJPക്ക് ജോർജ് വലിയ പാരയായി മാറി. ഒടുവിൽ PC ജോർജ് BJPയിൽ നിന്നും പുറത്താകുമോ?